പുരാവസ്തു തട്ടിപ്പ് പ്രതി മോൻസൺ മൌങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. ജാഗ്രത കുറവുണ്ടായെന്ന് മാത്രമാണ് DGP നിതിൻ അഗർവാളിന്റെ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ച ലക്ഷ്മണയ്ക്ക് ADGP-ആയി സ്ഥാനക്കയറ്റം ലഭിക്കും. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, ഇതിലിപ്പോൾ ജാഗ്രത കുറവിന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി റിപ്പോർട്ട് അംഗീകരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ സ്ഥാനക്കയറ്റം കൂടി ലഭിക്കും. ശ്രുതി, തീർച്ചയായിട്ടും IG ലക്ഷ്മണയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തടക്കമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചത്. അതായത് മോൻസൺ മാവുങ്കൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള മോൻസൺ മാവുങ്കലുമായി വളരെ അടുത്ത ബന്ധം ഈ IG ലക്ഷ്മണയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക കണ്ടെത്തൽ നേരത്തെ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2021 സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 2 വർഷത്തോളം സസ്പെൻഷനിലിരുന്ന ലക്ഷ്മണയെ 2023 മാത്രമാണ് തിരിച്ചെടുത്തത്. പക്ഷേ തിരിച്ചെടുത്ത ഉടനെ മാസങ്ങൾക്കകം തന്നെ വീണ്ടും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതായത് ഈ മോൻസൺ മാവുങ്കലിന്റെ അടക്കം സ്വീകരിച്ച വ്യക്തിയാണ് IG ലക്ഷ്മണ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷെ പിന്നീട് നടത്തിയ കണ്ടെത്തൽ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതായിരുന്നു. അതായത് ഈ മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ പ്രതിയായ ശേഷവും, അതായത് ക്രൈംബ്രാഞ്ച് അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ആ സമയത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോൻസൺ മാവുങ്കലിനെ ലക്ഷ്മണ സഹായിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ക്രൈംബ്രാഞ്ച്, അതായത് ഈ ലക്ഷ്മണയെ പ്രതിയാക്കിയും ഒപ്പം തന്നെ DIG സുരേന്ദ്രനെ പ്രതിയാക്കിയും എടുത്ത കേസിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇരുവർക്കുമെതിരെ തെളിവില്ല എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നതാണ് ഈ വകുപ്പ് തല അന്വേഷണം. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ആയിരുന്നു വകുപ്പ് തല അന്വേഷണം നടത്തിയിരുന്നത്. അതിലും ഈ പറയുന്നത് പോലെ വലിയ മോൻസൺ മാവുങ്കലിനെ സഹായിച്ചു എന്നതോ അല്ലെങ്കിൽ മോൻസൺ മാവുങ്കൽ നിന്ന് പണമടക്കമുള്ള ഉപഹാരങ്ങൾ വാങ്ങിയെന്നോ ഉള്ള കണ്ടെത്തലുകളല്ല, മറിച്ച് ഈ മോൻസൺ മാവുങ്കലുമായി ബന്ധം പുലർത്തുന്നതിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ലഘൂകരിച്ച ഒരു കണ്ടെത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരു താക്കീത് ഉണ്ടായിട്ടുണ്ട്, ഒരു ശാസന നൽകിയിട്ടുണ്ട്, ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് DGP നിതിൻ അഗർവാൾ ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇനിയിപ്പോൾ സർക്കാർ ആ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കണം. ആ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, IG ലക്ഷ്മണയ്ക്ക് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ADGP റാങ്കിലേക്കുള്ള സ്ഥാനക്കയറ്റം അത് സർക്കാരിന് നൽകാൻ കഴിയും. ഇപ്പോൾ ലക്ഷ്മണയ്ക്ക് ലക്ഷ്മണയുടെ ബാച്ചിന് ശേഷമുള്ള ആളുകൾക്ക് പോലും ADGP റാങ്കിലേക്ക് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകിയിട്ടുണ്ട്. ലക്ഷ്മണയുടെ സ്ഥാനക്കയറ്റത്തിന് ആകെ വിലങ്ങുതടിയായി നിന്നത് ഈ മോൻസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലൊരു ക്ലീൻ ചിറ്റിന്റെ സ്വഭാവത്തിലേക്ക് ആ റിപ്പോർട്ട് വന്നതോടുകൂടി IG ലക്ഷ്മണ ഇനിയിപ്പോൾ ADGP ലക്ഷ്മണയാകാൻ വലിയ കാലതാമസമൊന്നും വേണ്ടിവരില്ല. അതിനിപ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത സർക്കാരായിരിക്കും അത് സംബന്ധിച്ചിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ ഒരുപക്ഷെ പൂർത്തീകരിക്കുക. എന്തായാലും മുടങ്ങിക്കിടന്ന ഈ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ലക്ഷ്മണയിലേക്ക് വരും. ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും അതിന് തൊട്ടു പിന്നാലെ വകുപ്പ് തല അന്വേഷണത്തിലും ലക്ഷ്മണയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും നേരത്തെ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷ്മണയുടെ ചിത്രങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും തെളിവില്ല എന്നുള്ളതാണ് വകുപ്പ് തല അന്വേഷണത്തിലടക്കം മുതിർന്ന IPS ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തീർച്ചയായിട്ടും വ്യക്തമാണ്. IG ലക്ഷ്മണ ഇനി ADGP ലക്ഷ്മണയാകുമോ എന്നുള്ളത് റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നതിനനുസരിച്ചിരിക്കും. വിശദാംശങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.